ഹായ്, ജൂബിലി മോട്ടോറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറേ കാലമായി ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെടുത്തില്ല അത്രയും അടിപൊളി റെയറസ്റ്റ് കളറായിട്ടും റെയറസ്റ്റ് ആയിട്ടുള്ള 3 വാഹനങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലേ. ഇന്നപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊടുത്തിട്ടുള്ള വാഹനങ്ങളാണ് ഈ കിടക്കണ 3 കിളിക്കുഞ്ഞ് ഐറ്റംസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2017 രജിസ്ട്രേഷനിൽ വരുന്ന Z2.8 ഓട്ടോമാറ്റിക് ഫുള്ളി കമ്പനി സർവീസ് ആയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്മൾ കേരളത്തേക്ക് നമ്പറായിട്ടുള്ള വെറും 89,000 കിലോമീറ്റർ മാത്രം ഓടിയ, അതാട്ടോ ഹൈലൈറ്റ്. വെറും 89,000 മാത്രം ഓടിയ ഒരു ബ്രോൺസ് കളർ വരുന്ന ഒരു കിടിലൻ വണ്ടിയായിട്ടാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടും കീലെസ് എൻട്രിയും ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും വരുന്ന അത്യാവശ്യം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് ഇന്ന് ജൂബിലി മോട്ടോറിങ്ങിൻ്റെ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നത്. 7 സീറ്റിൽ വരുന്ന നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള നല്ലൊരു മൈലേജ് ഉള്ള 2.8 എൻജിൻ വേരിയൻറ്റിൽ വരുന്ന Z ഓട്ടോമാറ്റിക്കാണ് ഈ ഒരു വാഹനം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും ആംബിയൻസ് ലൈറ്റിംഗും ഒക്കെ വരുന്നിട്ട് അത്യാവശ്യം നല്ലൊരു ക്ലിയർ ആൻഡ് നല്ല പക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കിഡിലൻ വാഹനമാണ് ഇത്. ഇനി വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ഇതിൽ റീപ്ലേസ് വന്നിട്ടുള്ളൂ. അത് വാഹനത്തിൽ ഒട്ടുമിക്ക വാഹനങ്ങളിലും റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് വരുന്നതാണ്. അതിൻ്റെ ഇഷ്യൂസ് കുറേ നമ്മൾ ചർച്ച ചെയ്തതാണ്. കുറേ ആൾക്കാർ നിങ്ങളോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് പറയണമെന്ന് ഇല്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അത്യാവശ്യം ഡിക്കി സ്പേസും നല്ലൊരു ഇൻറ്റീരിയർ തന്നെ നിങ്ങൾക്ക് സമ്മാനിക്കും. അധികം ഓടിച്ചടക്കാത്ത ഫുള്ളി കമ്പനി സർവീസ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. ഏത് ഭാഗത്ത് നോക്കുകയാണെങ്കിലും ടയറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് 60 to 70% ടയറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു 18 ഇഞ്ച് അലോയോട് കൂടി വരുന്ന നല്ലൊരു കിഡിലോസ്കി വാഹനമാണ് ഈ Z ഓട്ടോമാറ്റിക്കിൽ വരുന്നത്. അടുത്തത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2019 വരുന്ന G ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാഹനമാണ്. ഇതും G ഓട്ടോമാറ്റിക്കാണ് വാഹനം വരുന്നത്. ഇപ്പോൾ കറൻ്റ്ലി സിംഗിൾ ഓണർഷിപ്പിലാണ്. ഞാൻ നമ്പറാക്കി തരും. അതായത് NOC കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ചെറിയ റെഡ് കളർ കാരണം അത്രയും റയർ ആയിട്ടുള്ളതാണ്. പലരും എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കളറാണ് ഈ ഒരു വാഹനം വരുന്നത്. ഇതും 7 സീറ്റിൽ വരുന്ന നല്ലൊരു വാഹനമാണ്. ഇതിൽ Z-ൽ നിന്ന് മാറ്റങ്ങൾ എന്താ വെച്ചാൽ അലോയ് ചെറിയ മാറ്റങ്ങൾ, അതേപോലെ ഇൻറ്റീരിയറിൽ കുറച്ച് മാറ്റങ്ങളും അത് കാര്യങ്ങളും. ഇതും 2.8 G ആണ് വേരിയൻ്റ് വരുന്നത്. ഡിക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്ലിയർ ആണ്. ഇത് 0 റീപ്ലേസ്മെൻറ്റിൽ വരുന്ന വാഹനമാണ്. റീപ്ലേസ് സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീനൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വുഡൻ പാർട്ടിക്കിൾസ് ആയിട്ട് കുറച്ച് വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന കുറച്ച് പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. വെറും 90,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. മീറ്ററിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെറും 90,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇതും ഫുള്ളി കമ്പനി സർവീസോട് കൂടി വരുന്ന ഒരു കിഡിലൻ വാഹനമാണ്. കിഡിലോസ്കി തന്നെ പറയാം. ഒരു കിളിക്കുഞ്ഞ ഐറ്റം ഫുള്ളി കമ്പനി സർവീസോട് കൂടി വരുന്ന ഒരു വാഹനമാണ്. ഇതും എല്ലാ ഭാഗങ്ങളും 0 റീപ്ലേസ്മെൻറ്റിൽ വരുന്ന ഇപ്പോൾ കറൻ്റ്ലി സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വാഹനമാണ്. അടുത്ത ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ 2 ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഞാൻ അടുത്തത് 2 മാനുവൽ വാഹനങ്ങളാണ്. ഒരു മാനുവൽ വാഹനമാണ്. 2019 വരുന്ന 1,33,000 കിലോമീറ്റർ ഓടിയ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു 8 സീറ്റർ വാഹനമാണ് ഇന്ന് അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് 2019 വരുന്ന G4+ ആണ്. എക്സ്ട്രാ എയർ ബാഗോട് കൂടി വരുന്ന, കമ്പനിയായിട്ട് തന്നെ എക്സ്ട്രാ എയർ ബാഗോട് കൂടി വരുന്ന ഒരു കിടിലൻ വാഹനമാണിത്. ഇത് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ അല്ല. ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ആവറേജ് 80 to 90% ടയർ വരുന്നുണ്ട്. അതേപോലെ തന്നെ കേട്ടോ നമ്മൾ G ഓട്ടോമാറ്റിക്കിലും വരുന്നത് അത്യാവശ്യം 90% തന്നെ ടയർ G ഓട്ടോമാറ്റിക്കിലും വരുന്നത്. ഇതിൻ്റെ എൻജിൻ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരുന്നൊരു വാഹനമാണ്. ഇത് Z ഓട്ടോമാറ്റിക്കിൻ്റെ വാഹനം. ആക്സിഡൻ്റ് ഇല്ലാത്ത ഒരു കിഡിലൻ വാഹനമാണ്. ഇത് Type 3 കൺവേർട്ടഡും കൂടിയാണ്. എല്ലാ ഭാഗങ്ങളും നോക്കുമ്പോൾ പക്കാ നീറ്റായിട്ടാണ് ഇതിൻ്റെ എൻജിൻ ബേ വരുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്തത് 2019 നമ്മൾ എൻജിൻ ബേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു കാര്യം ആക്സിഡൻറ്റോ കാര്യങ്ങളോ അല്ലാതെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു അടിപൊളി വാഹനം. ഫുള്ളി കമ്പനി സർവീസ് ആയിട്ടുള്ള വാഹനങ്ങളായതുകൊണ്ട് നമുക്ക് അധികം എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ഞാൻ ഷോറൂമിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാനുള്ള ഇത് വരെ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഇതിൽ ഏത് വാഹനമാണെങ്കിലും ഷോറൂമിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ജനറൽ സർവീസ് ബുക്ക് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത 2019 എൻജിൻ ബേ നോക്കുകയാണെങ്കിലും നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു അടിപൊളി വാഹനമാണ്. 3 അടിപൊളിയായിട്ട് വരുന്ന വാഹനങ്ങളാണ്.
ചില പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ഇതിനു മുമ്പ് കണ്ട വീഡിയോ കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പ്രൈസും കാര്യങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ 2017 രജിസ്ട്രേഷനിൽ വരുന്ന സെഡ് ഓട്ടോമാറ്റിക്കിന് നമ്മൾ ആവശ്യപ്പെടുന്ന പ്രൈസ് 7,80,000 രൂപയാണ്. ഫുള്ളി കമ്പനി സർവീസാണ്. 100% ഗ്യാരണ്ടിയിൽ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാഹനം നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നതാണ്. 100% ഗ്യാരണ്ടിയിൽ ഞാൻ ആ വണ്ടി തരും. 7,80,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2019 G ഓട്ടോമാറ്റിക്കിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വെറും 18,50,000 രൂപയാണ്. അതും സെയിം അവസ്ഥയാണ്. 90 കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് വരുന്ന ഫുൾ കമ്പനി സർവീസ് ആയിട്ടുള്ള ജെനുവിൻ വാഹനമാണ്. ഏത് ഷോറൂമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആ വാഹനം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാനുള്ളത്. അടുത്തത് 2019 G4+ മാനുവലിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 15,25,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. ഓരോ വണ്ടികളും നമുക്ക് നെഗോഷ്യബിൾ ആണ്. സ്ലൈറ്റ്ലി ചെറിയതായിട്ടുള്ള നെഗോസിയേഷൻ കൊടുത്തിട്ട് നമുക്ക് വണ്ടി കൊടുക്കാം. ഇതല്ലാതെയും വേറെയും മോഡൽസ് ബ്രസ, വെന്യൂ, ഇന്നോവകളൊക്കെ നമ്മളെ യാർഡിൽ അവൈലബിൾ ആണ്. വരും ദിവസങ്ങളിൽ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. അല്ലാത്തവർ നമ്മുടെ യാർഡിലൊന്ന് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ജൂബിലി മോട്ടോറിംഗ് എന്നാണ് നമ്മുടെ യാർഡിൻ്റെ പേര്. ഇഷ്ടംപോലെ വാഹനങ്ങൾ നല്ല വിലക്കുറവിൽ നമ്മളെ യാർഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.